14ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രമേളയുടെ ഈ ഡെലിഗേറ്റ് കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്ത്, ആദ്യ ഡെലിഗേറ്റായി രജിസ്റ്റർ ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള മലയാളത്തിൻ്റെ അഭിമാനമായ അപർണ ബാലമുരളി, ഇന്റർനാഷണൽ വീഡിയോ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന പേരിൽ വളരെ ലളിതമായി ആരംഭിച്ച ഈ മേള സിനിമയുടെ ലോകത്ത് അഭിലാഷങ്ങൾ സൂക്ഷിക്കുന്ന പുതുനാമ്പുകളായ ചലച്ചിത്ര പ്രവർത്തകർ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കുന്ന ബാലമുരളിയാണ്. ഇങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ചടങ്ങിന് എത്താനുള്ള ഒരു മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ എത്തിച്ചേർന്ന ഈ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ, കൃത്യമായ അപ്ഡേഷനുകൾ നമ്മുടെ പ്രിയങ്കരിയായ അപർണ ബാലമുരളിയെ ഈ ചലച്ചിത്രോത്സവത്തിന് വേണ്ടി ആദരവോടെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗവും സംവിധായകനും നടനുമായ ശ്രീ ശങ്കർ രാമകൃഷ്ണൻ ഈ മേളയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ വ്യക്തമായി തന്നെ നമ്മുടെ അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ അജോയ് പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ അതിൽ കൂടുതൽ വിവരങ്ങൾ മേളയെക്കുറിച്ച്, നടത്തിപ്പിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷവും എനിക്കറിയാം. അതുകൊണ്ട് ആമുഖ ഭാഷണത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമുക്ക് ആ ചടങ്ങിലേക്ക് കടക്കാം. ശ്രീ അജോയ് പറഞ്ഞതുപോലെ ഏറെ തിരക്കുകൾക്കിടയിലും അക്കാദമിയുടെ അക്ഷരം സ്വീകരിച്ച് എത്തിച്ചേർന്ന അപർണ ബാലമുരളിക്ക് മികച്ച നടിക്കുള്ള 2020 ദേശീയ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ അഭിമാനകാരൻ അപർണ ബാലമുരളിയെ ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ ആണ് വിളിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം എന്താ പറയുക, ഇതുപോലത്തെ ഒരു ഫംഗ്ഷന് എന്നെ ക്ഷണിക്കുക എന്ന് പറയുന്നതും അതിലെനിക്ക് ഇന്ന് പങ്കെടുക്കാൻ പറ്റാന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ വേദിയിലിരിക്കുന്ന എന്താ പറയുക, നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമകളും അതുപോലത്തെ ക്രാഫ്റ്റും തമ്മിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ വേദി പങ്കിടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഫസ്റ്റ് ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് അജോയ് സർ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഈ ഫെസ്റ്റിവൽ ഒരു വലിയ വിജയമാവട്ടെ. ഇനിയും എന്താ പറയുക, എൻട്രീസും ഒരുപാട് എന്താ പറയുക ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററീസ്, ഇനിയും ഒരുപാട് എൻട്രീസ് ഇനി വരും കൊല്ലങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സദസ്സിലുള്ള പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയില്ലാത്ത ഒരു വേദിയാണ്, അങ്ങനൊരു അവസരവുമാണല്ലോ ഈ 14ാമത് അന്താരാഷ്ട്ര ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹൃദ്യമായ അനുഭവമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിവിധ ഭാഷകളിൽ നിന്ന് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ തീർച്ചയായും കാണുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും നല്ല അനുഭവം സമ്മാനിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏറ്റവും നല്ലൊരു മേളയായി ഈ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മാറും എന്ന് അതിൻ്റെ ഈ ചുരുങ്ങിയ ദിവസങ്ങളുടെ സംഘാടനത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് നിന്ന ഒരാൾ എന്ന നിലയിൽ അത് ഉറപ്പിച്ചു തന്നെ പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി ഇതൊരു ഗംഭീര വിജയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അന്താരാഷ്ട്ര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ മുന്നോടിയായി ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ട പ്രൗഢമായ ചടങ്ങ് വിളിച്ചു പറയുന്നത്
ഏത് മേളയുടെയും വിജയം ഡെലിഗേറ്റുകൾ തന്നെയാണ്. ജനപക്ഷത്ത് നിന്ന് അവർക്ക് വേണ്ടിയാണ് ഓരോ കലാപ്രവർത്തനം നടത്തുന്നത്. നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് പിന്നിൽ ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഓരോരുത്തരും, ഓരോ വ്യക്തിത്വങ്ങളും ഒരുപാട് സംഭവങ്ങൾ നടന്ന പടിക്കെട്ടുകളിലാണ് ഇന്ന് നമ്മൾ വീണ്ടും ഇതിന് സാക്ഷ്യം വഹിക്കാൻ. സെൻട്രലിലോട്ട് എൻ്റെ ഒരു സിനിമ സെക്കൻഡിൽ വരുന്നത് റിലീസാണ്. സുന്ദരി ഗാർഡൻസ് സലീമ സാർ അത് OTT ആണ്. ഇനി അതിൻ്റെ സോണി അതെ അതെ. തമിഴില് ഒന്ന് ഇറങ്ങാനുണ്ട് ഇപ്പോൾ. അത് റിലീസാവും. അശോക് സെൽവൻ ഒരുപാട് സന്തോഷമുണ്ട്. അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് കിട്ടിയത്. താങ്ക് യു. എപ്പോഴും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.